പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 8-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ പുത്തൻ മാസത്തിൻ്റെ 2-ാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് പ്രവേശിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ദിനമായി നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ബലപ്പെട്ട് ദൈവകൃപ അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം ജീവജലത്തിൻ്റെ എല്ലാ പ്രേക്ഷകരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 102-ാം സങ്കീർത്തനം 12-ാം വാക്യം. സാംസ് 102 വേഴ്സ് 12 നാം ഇപ്രകാരം വായിക്കുന്നു: നീയോ യഹോവേ എന്നേക്കുമുള്ളവൻ, നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. ഏകദേശം 28 വാക്യങ്ങൾ അടങ്ങിയ ഒരു പ്രത്യേകതരം പ്രാർത്ഥനയാണ്, അപേക്ഷയാണ്, യാചനയാണ് ഇന്നത്തെ 102-ാം സങ്കീർത്തനമായി നാം വായിച്ചു കേട്ട സങ്കീർത്തനത്തിൻ്റെ പ്രമേയം. ഒരു അരിഷ്ടൻ തൻ്റെ വേദനയിൽ, തൻ്റെ ക്ഷീണം, തൻ്റെ പ്രയാസം, തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സങ്കീർണമായ അനുഭവത്തിൽ ദൈവസന്നിധിയിൽ തൻ്റെ അവസ്ഥ തുറന്ന് പങ്കുവെക്കുന്നതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ഇതിവൃത്തം. താൻ ഒരു മൂങ്ങയെ പോലെ ഒറ്റപ്പെട്ടിരിക്കുന്നു, അപ്പം തിന്നുന്നത് പോലെ ചാരം വാരി തിന്നുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പതറ്റിക്കായിട്ടുള്ള വളരെ വേദനാജനകമായ അവസ്ഥയിൽ തൻ്റെ സ്ഥിതി ദൈവത്തോട് തുറന്നു പറഞ്ഞിട്ട് തൻ്റെ കഴിഞ്ഞകാല ജീവിത അനുഭവത്തിൽ താൻ കണ്ടെത്തിയ ഒരു കണ്ടെത്തലാണ് 12-ാം വാക്യം ഇപ്പോൾ നാം വായിച്ചു കേട്ട ഇന്നത്തെ വാഗ്ദത്ത വചനം. നീയോ യഹോവേ, നിത്യനായ ദൈവമാ, നിലനിൽക്കുന്ന ദൈവമാ, തലമുറ തലമുറയോളം നിന്റെ നാമം നിലനിൽക്കുന്നതാണ്. നീയോ യഹോവേ എന്നേക്കും ഉള്ള ദൈവമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നാം ഈ ലോകത്തിൽ കാണുന്നതൊക്കെ മാറിപ്പോകും. നമ്മളൊക്കെ വളർന്നു വന്ന അവസ്ഥയിൽ ഒന്ന് ചിന്തിച്ചാൽ, ബാല്യകാലത്തിൽ ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. ഇനി കൗമാരപ്രായം എത്തുമ്പോഴോ സകലതിനോടും കൗതുകങ്ങളും ആവേശങ്ങളും ജിജ്ഞാസകളും ഉള്ള ഒരു കാലഘട്ടം, എന്തും നേടുവാനുള്ള വ്യഗ്രത. ഇനിയും യുവത്വമാകുമ്പോഴോ അവിടെയും നമ്മുടെ ചോദ്യങ്ങൾ, നമ്മുടേതായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ, നമ്മുടെ അവകാശവാദങ്ങൾ, അതൂടെ കഴിയുമ്പോഴാണ് ഒരു മനുഷ്യന് ഇരുത്തം വന്ന് തുടങ്ങുന്നത്. ഏകദേശം ഒരു 40-45 വയസ്സ് മുതൽ സ്വയം തിരിച്ചറിയാൻ തുടങ്ങും. അയ്യോ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ എന്തിനെയാണ് ചോദ്യം ചെയ്തത്, എന്തിനോടാണ് എതിർത്ത് നിന്നത്, എന്തിനു വേണ്ടിയാണ് ഈ അവകാശവാദം പറഞ്ഞ് മുഷ്ടി ചുരുട്ടി ഞാൻ ഇത്ര വീരവാദം മുഴക്കിയത്? വെറും വട്ടപൂജ്യമല്ലേ. ഇപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് വെറും ലാഘവമായി, ഞാൻ ചെയ്തതിൽ ലജ്ജയും തോന്നുന്നു. ഇതല്ലേ നമ്മുടെയൊക്കെ അവസ്ഥ. ഇതാണ് ഈ സങ്കീർത്തനക്കാരന് പറയുന്നത്. അയ്യോ, ഞാൻ ഓടി, ഞാൻ കഷ്ടപ്പെട്ടു, പക്ഷേ എല്ലാം വെറുതെയായിപ്പോയി. പക്ഷേ നീയോ യഹോവേ എന്നേക്കും നിൽക്കുന്നു. ഈ വിശുദ്ധ ദിനം അതിരാവിലെ ദൈവവചനം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓടിയതും അധ്വാനിച്ചതും കഷ്ടപ്പെട്ടതും നേടിയതും പണമുണ്ടാക്കിയതും എന്തെല്ലാം മേഖലകളിൽ എത്തിച്ചേർന്നോ അതൊക്കെ നൈമിഷികമാണ്, അതൊക്കെ വിട്ടുപോകും. അതിനൊന്നിനും നമുക്ക് നിത്യമായ സമാധാനമോ സന്തോഷമോ ഒന്നും തരികയില്ല.
അങ്ങനെയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവർ, വലിയ ജോലി സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ, ഇവരൊന്നും ആത്മഹത്യ ചെയ്യേണ്ട കാര്യം വരുന്നില്ലല്ലോ. അപ്പോൾ അവരിൽ എന്തൊക്കെയോ പോരായ്മ, അവരുടെ പണമോ പേരോ പ്രശസ്തിയോ സ്ഥാനമാനങ്ങളോ ഒന്നും അവർക്ക് ഒരു സംതൃപ്തി, സന്തോഷം കൊടുക്കുന്നില്ല. അത് ഒരിക്കലും ശാശ്വതമല്ല എന്നവർ തിരിച്ചറിയുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഇവരാരും ദൈവത്തെങ്കിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്നില്ല, തുനിയുന്നില്ല. അതുകൊണ്ട് ഈ വിശുദ്ധ ദിനം നമ്മോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. പ്രിയ മകനെ, മകളെ, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായത് സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൈവം എന്നേക്കും നിൽക്കുന്നവനാണ്. നമ്മുടെ എല്ലാം തകർന്നു പോയാലും അഴിഞ്ഞു പോയാലും ഇല്ലായ്മയായാലും നിലനിൽക്കുന്നത് ഒരേ ഒരു നാമമാണ്. ആകയാൽ ഈ വിശുദ്ധ ദിനം ആ ദൈവത്തിന്റെ പാദപീഠത്തെങ്കിൽ ഇരുന്നു കൊണ്ട് പുത്തൻ കൃപ പ്രാപിപ്പാൻ, പുത്തൻ ശക്തി പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും ഇടയാക്കട്ടെ. ദൈവകൃപയാൽ നമ്മെ നിറയ്ക്കട്ടെ. നമ്മുടെ യാത്രകൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ കൂട്ടായ്മകൾ, ആരാധനകൾ, നമ്മുടെ കുടുംബങ്ങൾ എല്ലാം ദൈവനാമം മഹത്വത്തിനായി തീരട്ടെ. എന്നേക്കും നിൽക്കുന്ന ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ തമ്പുരാൻ നമ്മെ ഒരുക്കട്ടെ. ബാക്കിയൊക്കെ മാറിപ്പോകും, അഴിഞ്ഞു പോകും. അതെ, ഈ ഭൂമിയിലുള്ളതൊക്കെയും മാറിപ്പോകുമ്പോൾ ഒരിക്കലും മാറാത്തവൻ, മറക്കാത്തവൻ, മാറ്റമില്ലാത്തവൻ സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധ ദിനം ദൈവത്തെ ആരാധിച്ച് ബലപ്പെട്ട് ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നിടങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാൻ സഹായിക്കട്ടെ. വേദനയിലോ നിരാശയിലോ വിഷമത്തിലോ ഭാരത്തിലോ ആരെങ്കിലും ഇന്ന് എന്നെ ശ്രവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭാരം, നിങ്ങളുടെ വേദന, നിങ്ങളുടെ വിഷമം തമ്പുരാനോട് പങ്കുവെക്കുക. അതെ, ആ നിത്യനായ ദൈവം, നിലനിൽക്കുന്ന ദൈവം, എന്നേക്കും നിൽക്കുന്ന ദൈവം നിങ്ങളുടെ വേദന എന്നേക്കുമായി മാറ്റട്ടെ. നിങ്ങളുടെ നിരാശ മാറ്റി നിങ്ങൾക്ക് പ്രത്യാശ നൽകട്ടെ. നിങ്ങളുടെ സങ്കടം മാറ്റി നിങ്ങൾക്ക് സന്തോഷം തരട്ടെ. അങ്ങനെ എല്ലാ നിലകളിലും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും സ്വർഗത്തിലെ ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ദൈവകൃപയാൽ പൊതിയട്ടെ. ഈ വിശുദ്ധ ദിനം നിങ്ങൾക്കേവർക്കും അനുഗ്രഹത്തിന് ദിനമാവട്ടെ, നന്മയുടെ ദിനമാവട്ടെ, സ്വർഗീയ കൃപകളാൽ നിറയ്ക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ എപ്പോഴും നിലനിർത്തുകയും ചെയ്യട്ടെ. മറക്കരുത്, ഒരരിഷ്ടൻ തന്റെ വേദന മുഴുവനും ദൈവസന്നിധിയിൽ പങ്കുവെച്ചിട്ട് താൻ തിരിച്ചറിഞ്ഞു, ഞാൻ ഓടിയതും ഞാൻ കഷ്ടപ്പെട്ടതും ഒന്നുമല്ല, നീയോ യഹോവേ എന്നേക്കുമുള്ളവനാ, നിലനിൽക്കുന്ന ദൈവമാ, നിന്റെ നാമം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ 2ാമത്തെ വിശുദ്ധ ദിനത്തിനായി സ്തോത്രം. ഓരോ ദിനവും അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട വചനത്തിനായി സ്തുതിക്കുന്നു. അപ്പാ, ഞങ്ങൾ സത്യം തിരിച്ചറിഞ്ഞ് അങ്ങയിലേക്ക് മടങ്ങുവാൻ ഞങ്ങളെ ഇവിടുന്ന് ഒരുക്കണമേ. എന്നേക്കും നിലനിൽക്കുന്ന നാമം, എന്നേക്കും തലമുറയായി ഉള്ള നാമം, അത് ഈ സ്വർഗീയ നാമമാണല്ലോ. ആ നാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ ഈ ലോകത്തിൽ എന്ത് നേടിയാലും അതൊക്കെ നൈമിഷികമാണെന്നും എന്നാൽ നിലനിൽക്കുന്നത് അങ്ങയിൽ മാത്രമാണെന്നും തിരിച്ചറിയുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനത്താൽ ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. ഇന്നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ആരാധനയുടെയും ദൈവകൃപയുടെയും ദിനമാക്കി തീർക്കണം. സ്വർഗീയ കൃപകൾ കൊണ്ട് പൊതിയണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ ദിനം സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നേക്കുമുള്ള ദൈവം, തലമുറയായി നിലനിൽക്കുന്ന ആ നാമം നിങ്ങളെ രക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ സ്വർഗം ഇടപെടട്ടെ. അങ്ങനെ എല്ലാ നിലകളിലും നിങ്ങളെ അനുഗ്രഹിച്ച് തൻ്റെ കൃപയാൽ പരിപാലിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.